ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര വിചാരം 5ാമത്തെ സൂത്രത്തിലെത്തി നിൽക്കുന്നു നാം. ഇത് നമ്മൾ പഠിക്കുന്ന അത്രയും ഭാഗങ്ങള് ആ സൂത്രത്തിന്റെ അർത്ഥമെങ്കിലും വളരെ ഭംഗിയായി മനസ്സിലാക്കണം. ആ സൂത്രം, ഓരോ സൂത്രവും നന്നായി പദം തിരിച്ച് ഓരോ വാക്കിൻ്റെയും അർത്ഥവും ആ മന്ത്രത്തിൻ്റെ അർത്ഥവും തീർച്ചയായും പഠിച്ചിരിക്കണം. കാരണം അതിനുശേഷം വേണം നമ്മൾ അതിൻ്റെ ദീർഘമായ പഠനത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇനി വേദാന്ത സൂത്രം ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ പഠിക്കുന്ന ആളുകളിൽ നിന്ന് അത് ഒരാൾക്ക് പകർന്നു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത്രയും പേരിലേക്ക് അത് എത്തുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്നത് പഠിപ്പിക്കുക കൂടി ചെയ്യുമ്പോഴാണ്
ഇത് നമ്മൾക്കും ഉറക്കുന്നത്, അതുപോലെ തന്നെ ഇത് എല്ലാവരിലേക്കും എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി വേണം ഇരുന്ന് ക്ലാസ് ശ്രവിക്കാനായിട്ട്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയും. അതിലെ വെറുതെ ഒരു ബാഹ്യമായ ശ്രവണമല്ല, ആന്തരികമായ ഒരു ശ്രവണം കൂടി ഇതിലുണ്ടാവണം. കാരണം നമ്മൾ ഇത്തിരി മുന്നോട്ട് പോകുന്നു വേദാന്ത സൂത്രം. പിന്നെ ഗുരുവിൻ്റെ മറ്റ് കൃതികളെല്ലാം ഒരുവിധം പഠിച്ച് അതൊക്കെ അറിയാവുന്നവരും കൂടി ഇതിലിരിക്കുന്നത് കൊണ്ട് പഠിപ്പിക്കുമ്പോൾ വളരെ എളുപ്പമായി തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 5-ാമത്തെ സൂത്രത്തിലെ തദിതം സദ് അസദിതി, ഏതായാലും വേദാന്ത സൂത്രം ഇന്ന് നമ്മുടെ അമ്മിണി ചേച്ചി വളരെ ഭംഗിയായിട്ട് ചൊല്ലി. ഓരോരുത്തരും വേദാന്ത സൂത്രം ആലപിക്കുന്നത് കേൾക്കുമ്പോൾ ഭഗവാനോട് ഒരു എന്താ പറയുക, എന്തൊരു പുണ്യമാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് ആലോചിച്ചു പോകും. ഇത്തരത്തിലുള്ള വേദത്തെ അടുക്കി വെച്ചിരിക്കുന്ന ആ സൂത്രവാക്യങ്ങളൊക്കെ ഞങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാനും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വിചാരം ചെയ്യുവാനൊക്കെ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ കാരുണ്യത്തിൻ്റെ മുമ്പിലെ ശിരസ് നമിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ ഇതൊക്കെ നമ്മുടെ നാവിലേക്ക് എത്തുമായിരുന്നോ ഭഗവാന്റെ കരുണ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവുകയാണ്. അപ്പോൾ ഓരോ സൂത്രം പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ തദിതം സദസദിതി എന്നുള്ള സൂത്രം പറയുമ്പോൾ ബാക്കി എല്ലാ സൂത്രങ്ങളും നമ്മൾ നേരിട്ട് പഠിച്ചു വേണം പോവാൻ. അഥ യഥാത്മനോ ജിജ്ഞാസുഹു തദിതം ബ്രഹ്മൈവാഹം കിം തസ്യ ലക്ഷണം അസ്യ ച കതി ഗണനയേതി തജ്യോതിഹി തേനേദം പ്രജ്വലിതം. ഇത്രയും വരെ നമ്മൾ ഒരു ചോദ്യോത്തര രൂപത്തിൽ ആ ചോദ്യോത്തരങ്ങൾ അവസാനിക്കുന്ന ഭാഗമാണ് തേനേദം പ്രജ്വലിതം. അവിടെ വരെ. ഇനി അടുത്തൊരു ഭാഗമായിട്ടാണ് പറയണത് തത് ഇതം സത് അസദിതി. അപ്പൊ എപ്പോഴും ഓർത്തോണം, തശബ്ദം ബ്രഹ്മവാചി ശബ്ദവും ഇത ശബ്ദം പ്രപഞ്ചവാചി വാചക ശബ്ദവുമാണ്. അപ്പോ തത് ഇതം, അത് ആ ബ്രഹ്മം തന്നെയാണ്. ഇതം ഈ പ്രപഞ്ച രൂപത്തിൽ, സത്ത് അസത്ത് ഇതി ഉണ്ടെന്നും ഇല്ലെന്നും ഭാവരൂപത്തിലും അഭാവരൂപത്തിലും പ്രകാശിക്കുന്നത് എന്നാണ് നാം കഴിഞ്ഞ സൂത്രത്തിന്റെ അർത്ഥം വിചാരം ചെയ്തത്. അപ്പോൾ തദിതം സദസദിതി, തത് ഇതം സത് അസത് ഇതി, ഇങ്ങനെയാണത് പിരിക്കുന്നത്. അപ്പൊ നന്നായിട്ടൊരു മന്ത്രം മാത്രം നമ്മൾ ഒരു മനസ്സിലിട്ട് ഒരു 10 മിനിറ്റ് ആ ഒരു മന്ത്രം മാത്രം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മളറിയാതെ നമ്മളിലേക്ക് അതിന്റെ പൊരുൾ തെളിഞ്ഞു വരും. മറ മാറ്റി പതുക്കെ നമുക്ക് നമ്മളുടെ ആ ഒരു സ്വതസിദ്ധമായ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്കൊക്കെ നമുക്ക് വരാൻ പറ്റും. മനസ്സ് ഏകാഗ്രമായിരുന്നു ജപിച്ചാൽ മതി. അതുകൊണ്ടാണ് വേദാന്ത സൂത്ര ജപം എന്ന് തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒത്തിരി പൊരുളുകൾ അതിൽ നിന്ന് നമുക്ക് കഴിയാനുണ്ട്. അപ്പൊ അത് ഗുരുവിന്റെ അനുഗ്രഹം തന്നെ വേണം അതിനെ. നമ്മൾ ആരും അതിനെ എന്താ പറയാ, നമ്മൾ അശക്തരാണ്. അപ്പൊ ഗുരുവിന്റെ കാരുണ്യത്തിന് വേണ്ടി അകമഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് വേണം നമ്മളത് പഠിക്കാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ആ ജ്യോതിസ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചാകാരത്തിൽ സത്തെന്നും അസത്തെന്നും ഭാസിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എപ്പോഴും വേദാന്ത ശാസ്ത്രത്തിൽ ഏറ്റവും തത്വം മനസ്സിലാക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് രജ്ജു സർപ്പം. അത് ഗുരു ഒത്തിരി പ്രാവശ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. രജ്ജു സർപ്പം, രജ്ജു എന്ന് പറഞ്ഞ കയറ്, സർപ്പം എന്ന് പറഞ്ഞ പാമ്പ്, കയറിൽ ആരോപിതമായിരിക്കുന്ന സർപ്പം. അതായത് ഈ പ്രപഞ്ചത്തിലെ ഉദാഹരണങ്ങളെ ചേർത്തുകൊണ്ട് പരബ്രഹ്മ സത്തയെയും ഈ പറയുവാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം നമ്മളൊക്കെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാപഞ്ചിക വസ്തുക്കളാണ് നമുക്ക് പരിചയം. അപ്പൊ അത് വെച്ചുകൊണ്ടാണ്, ഈ ദൃഷ്ടാന്തത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ദാഷ്ടാന്തികത്തിലേക്ക് പോകുന്നത്. പക്ഷെ ദൃഷ്ടാന്തം മാത്രമാണ്. ഒരിക്കലും അത് ആ ദാഷ്ടാന്തികത്തിലേക്ക്, ആ തത്വത്തിലേക്ക് കണക്ട് ചെയ്യരുത്. കാരണം തത്വത്തെ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ഗുരു നമുക്ക് അങ്ങനെ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം തന്നേക്കണത്. അപ്പോൾ അരണ്ട വെളിച്ചത്തിലെ കയറ് വളഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ എന്താണെന്ന് കരുതി? പാമ്പാണെന്ന് കരുതി ഭയപ്പെട്ടു. കാരണം എന്താന്ന് വെച്ചാൽ പാമ്പ് കിടക്കുന്ന പോലെ അതിന്റെ സ്വഭാവത്തിൽ തന്നെയാണ് അത് വളഞ്ഞു കിടക്കുന്നത്. പക്ഷെ നമ്മൾ അറിയണം, ഈ പാമ്പ് ഈ കയറ് എപ്പോഴെങ്കിലും പാമ്പായിട്ടുണ്ടോ?
നമ്മൾ വെറുതെ ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നത് ഈ പാമ്പിനെ കാണുന്നത് തമ്മിൽ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. കയർ ഒരിക്കലും പാമ്പായിട്ടില്ല. കാണുന്നതിന് മുമ്പും പാമ്പിനെ കണ്ടപ്പോഴും ഇനി വെളിച്ചം കൊണ്ടുവന്നത് മാറ്റിയപ്പോഴും ഒരിക്കലും കയറ് പാമ്പായിട്ടില്ല. അപ്പോൾ അതുപോലെ ഇവിടെ ഉള്ളത് ബ്രഹ്മം മാത്രം, സത്ത് മാത്രം. അതായത് ആ ആദിമ കേവലമായ സത്ത് മാത്രമാണ് ഉള്ളത്. അനാദിയായ അവിദ്യയാലാണ് നമുക്ക് ഈ ബ്രഹ്മത്തെ അറിയാനാവാത്തതും ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉണ്ടെന്ന് കരുതി നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അത് താത്വികമായി നമ്മൾ വേദാന്തം പഠിച്ചുകൊണ്ടൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പ്രപഞ്ചഭ്രമം പോകില്ല. നമ്മളതിനെ പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ, ഈ സത്സംഗം തന്നെ അതിനാണല്ലോ, സത്തിനോട് സംഘം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സത്തിനോട് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ഇങ്ങനെ വിചാരം ചെയ്യുന്നത്. അപ്പോൾ അവിദ്യ കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? ബ്രഹ്മമില്ലാത്തതായി തോന്നുന്നത്. ഒരു വസ്തുസത്തയും ഇല്ലാത്ത നശ്വരമായ ഈ പ്രപഞ്ചത്തെ നമ്മൾ സത്യമായിട്ട് ഉള്ളതായിട്ടും തോന്നിക്കൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ ഈ എന്താണ് അനാദിയായ അവിദ്യ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഈ അവിദ്യ? നമ്മൾ ഇതിനു മുമ്പൊക്കെ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിദ്യ? അവിദ്യ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചവും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സ്വത്തുക്കളും നമ്മുടെ ഈ സമൂഹത്തിലുള്ള നിലയും വിലയും എല്ലാം ഉണ്ടെന്ന് നമ്മൾ കരുതുന്നത് അവിദ്യ കൊണ്ടാണ്. എന്താണ് അവിദ്യ? അവിടെ മായാദർശനം എപ്പോഴും നമുക്ക് ബേസ് ആയിരിക്കണം. ഗുരുവിന്റെ മായാദർശനത്തിലെ 10 ശ്ലോകങ്ങളും നല്ല ഭംഗിയായിട്ട് പഠിച്ചു വെക്കണത്. ഏത് ചോദിച്ചാലും നമുക്കത് പറഞ്ഞുകൊള്ളണം. കാരണം പരമമായ സത്യത്തിന്റെ ഒരംശം, ഒരങ്കുലം മാത്രമാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. ബ്രഹ്മസത്യത്തിന്റെ ആ മായാശക്തിയുടെ ഒരങ്കുലം, അല്ലെ? ആധ്യാത്മ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്, 10 അങ്കുലങ്ങളിൽ ഒരങ്കുലം മാത്രമാണ് ഈ ഒരു ശക്തി, ആ അങ്കുലത്തിന്റെ ഒരു ശക്തി മാത്രമാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഗുരു ദർശനമാലയിലെ മായാദർശനം തുടങ്ങുമ്പോൾ തന്നെ ഗുരു പറയുന്നുണ്ട്, ന വിദ്യതേ യാസാ മായ വിദ്യ അവിദ്യ പര അപര തമ പ്രധാനം പ്രകൃതിരിതി ബഹുധാ സൈവകദ്യതേ എന്ന് പറഞ്ഞിട്ട് സ അമേയ വൈഭവ എന്ന് പറയുന്നുണ്ട്. അളക്കാനാവാത്ത വൈഭവത്തോട് കൂടിയതാണ് ഈ മായാശക്തി. അപ്പോൾ അതിനെ ഈ പ്രപഞ്ചമായി മാത്രം മാറിയിരിക്കുന്ന ആ ഒരു ശക്തി മാത്രമല്ല മായയ്ക്കുള്ളത്. അത് ഒരു അങ്കുലം മാത്രമാണ് ഈ ബ്രഹ്മത്തിന്റെ ശക്തിയാണ് പ്രപഞ്ചമായി വന്നിരിക്കുന്നത്. അതാണല്ലോ ആധ്യാത്മ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതാണ് ഋഷിമാരുടെ അനുഭവം. അപ്പോൾ ഒരു ഇത്തിരി പോന്ന അറിവും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെയൊക്കെ പഠിക്കാനും പറയാനൊക്കെ പോകുന്നത്. അപ്പോൾ അവിദ്യ എന്താന്ന് വെച്ചാല് ഇല്ലാത്ത പ്രപഞ്ചത്തെ, അതായത് ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉണ്ടെന്ന് തോന്നിക്കുന്ന നമ്മളിൽ തന്നെ ഉള്ള ഒരു ശക്തിയെയാണ് അവിദ്യാശക്തി എന്ന് പറയുക. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നവരാരും അവിദ്യാശക്തി ദൃഢപ്പെട്ടവരല്ല, വിദ്യാശക്തിയിലൂടെ കടക്കാനുള്ള ഒരു വഴി തുറന്നു വന്നവരാ. കാരണം ഞാൻ ജീവിക്കുന്നതും ഞാൻ ഇരിക്കുന്നതും ആയ ഈ പ്രപഞ്ചം നശ്വരമാണെന്നും ഇതിനപ്പുറം ഒരു പരമമായ സത്യം എന്തോ ഉണ്ടെന്നും അതറിയുമ്പോൾ അതെനിക്ക് സുഖം തരുന്നു എന്നും ഉള്ള ഒരു ചെറിയ അറിവിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പ്രപഞ്ചത്തിന്റെ കാരണം തിരയണം, ഞാൻ എന്ന അനിത്യതയുടെ കാരണം തിരയണം. കാരണം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മളൊക്കെ ഈ ലോകത്ത് ഉണ്ടാവില്ല. നമ്മൾക്ക് മുമ്പേ പോയവരെയൊക്കെ നമുക്ക് കാണാം. എത്രയോ ഈ ലോകം വിട്ടുപിടിക്കാനായിട്ട് എന്തെല്ലാം തരത്തിൽ ജീവിച്ചു. അവരൊക്കെ ഉണ്ടോ ഇപ്പോ? ഇല്ല. അപ്പൊ അതൊക്കെ ഒരു പ്രതീതി മാത്രമാണെന്ന് നമുക്ക് ഇങ്ങനെ ഈ ലൈഫിൽ ഇരിക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ആ ശരീരത്തെ എടുത്ത് എത്ര ഭംഗിയായി നല്ല ഷർട്ടിട്ട് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല കാറിൽ യാത്ര ചെയ്ത് നല്ല ആഹാരം കഴിപ്പിച്ചിരുന്ന ആ ശരീരം ആ സത്തങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ അതുകൊണ്ട് ഇലയിൽ കിടത്തുക, അതിനെ വെള്ള തുണിയിട്ട് മൂടുക, അതിന്റെ പുറമേ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഓരോന്ന് ഇട്ടിട്ട് അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ വെറും ഒരു മരക്കഷ്ണം പോലെ, അല്ലേ?
കത്തിച്ച് കളയാനുള്ള ഒരു ഇന്ധനം പോലെ നമ്മൾ അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൽ അത്രയും നാള് വരെയും നമ്മളെ ചൈതന്യവത്താക്കി വെച്ചിരുന്ന ആ സത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ആ ശരീരത്തിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ എത്ര നിസ്സഹായതയാണ്, ദൗർഭാഗ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഗുരു പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി നമ്മളെ മോഹിപ്പിച്ച് പിടിപ്പിക്കുന്ന മായാശക്തിക്കാണ് അവിദ്യ എന്ന് പറയുന്നത്. വിദ്യ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, ഈ പ്രപഞ്ചത്തിലൊന്നും കാര്യമായിട്ടില്ല, എൻ്റെ ശരീരവും അങ്ങ് നശിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് നാശമില്ലാത്ത ഒരു സത്യത്തെ അറിയണം എന്നൊരു ജിജ്ഞാസയോടുകൂടെ വരുന്നവൻ വിദ്യാശക്തിയിലുള്ളവനാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഇന്നിപ്പോൾ നമുക്കറിയാം, പത്രം എടുത്ത് നോക്കിയാൽ ഏതൊരു പേജിലാണ് നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും പകരുന്ന ഒരു വാർത്ത ഉണ്ടാവുക? ഈ ലോക വാർത്തയാണ് ഒരു പത്രത്തിലെ വാർത്തകളായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തെ കാണേണ്ടത് ദിനപത്രത്തിന്റെ, ഗുരു നിത്യയുടെ വാക്കുകളാണ്, വളരെ മനോഹരം. ദിനപത്രത്തിന്റെ പേജുകൾ മറിച്ചല്ല നാം ഈ പ്രപഞ്ചത്തെ അറിയേണ്ടത്. പിന്നെ എങ്ങനെ അറിയേണ്ടത് എന്ന് പറയാണ്, അല്ലെ? കളകളം പൊഴിക്കുന്ന അരുവികളുടെ നാദത്തിലും, അതുപോലെ തന്നെ കളകൂജനം പൊഴിക്കുന്ന പക്ഷികളുടെ ആ മനോഹരമായ നിസ്വനങ്ങളിലും, ഉച്ചരി പല്ല് കാട്ടി ചിരിക്കുന്ന കുഞ്ഞുകുട്ടിയുടെ ആ ഒരു നിഷ്കളങ്കതയിലും ഒക്കെയാണ്, വിടർന്നു നിൽക്കുന്ന പൂക്കളിലും ഒക്കെ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിതയെ, ഈശ്വരന്റെ സത്തിനെ, ഉണ്മയെ അനുഭവിക്കാനായിട്ടാവണം. ആ ഈശ്വരന്റെ ചൈതന്യമാണ് ആ മനോഹാരിതയായിട്ട് നിറഞ്ഞു വരണത്. അതിനെ ആസ്വദിക്കാൻ ഒരുവന് കഴിയുമ്പോഴാണ് അവൻ ശരിയായ ഈ പ്രപഞ്ചത്തിലെ ഉണ്മയെ അറിയുന്നത്. ഇവിടെ ഈ ഉണ്മയാണ് ഈ നമ്മൾക്ക് മനോഹാരിതമായി, ചേതോഹരമായി ഇവിടെ തോന്നുന്നത് ആ ഭഗവാന്റെ കരവിരുതായ ആ ഉണ്മ തന്നെയാണ് എന്ന് നമ്മൾ അറിയേണ്ടത്. അപ്പോ വിദ്യ കൊണ്ട് അവിദ്യയെ നീക്കിയാൽ ബ്രഹ്മത്തിന്റെ സദ്രൂപതയും പ്രപഞ്ചത്തിന്റെ അസദ്രൂപതയും തെളിയുന്നതാണ്. എന്തുകൊണ്ടാണ് നീക്കണ്ടേ? അവിദ്യാശക്തിയെ വിദ്യാശക്തി കൊണ്ട് നീക്കണം. കൂടെ പിടിച്ചു വെച്ചേക്കുന്നില്ലേ? എൻ്റെ എന്നും പറഞ്ഞ് പിടിച്ചു വെച്ചേക്കുന്നില്ലേ? അതൊക്കെ എൻ്റെ അല്ല എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റുമോ? ചിന്താപരമായി പഠിക്കാനല്ലാതെ നാളെ നാളെ ഇത് എൻ്റെ അല്ല എന്നൊന്ന് സങ്കല്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് നമ്മൾ അവിദ്യ ഒഴിച്ചു മാറ്റുന്നത്. നമ്മളോട് കണക്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഇതെന്റെ അല്ല, ഇതം നമമ. അതാണല്ലോ ഹോമമന്ത്രമൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഹോമമന്ത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് സമർപ്പണമാണ്. ഇതെന്റെ അല്ല, ഓരോന്നും ഇതെന്റെ അല്ല, അവസാനം എൻ്റെ ശരീരം എൻ്റെ അല്ല, ഞാനെന്ന ജീവനെയും കൂടി അങ്ങ് സമർപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മളുടെ അഹന്ത ത്യാഗം വരുന്നത്. അപ്പൊ ഈ അഹം വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടാണല്ലോ ഈ ലോകം ഇന്ന് ഏറെ സംഘർഷഭരിതമായി കൊണ്ടുപോകുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ ദേവാലയങ്ങൾ പോലും ചൂഷണ സങ്കേതങ്ങളായിട്ട് മാറുന്നത് മനുഷ്യന്റെ സ്വാർത്ഥതയും അഹന്തയൊക്കെയാണ്. അപ്പോഴും അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രകാശാത്മകതയെ, ചൈതന്യത്തെ അറിഞ്ഞ് അത് പ്രകാശിക്കാനുള്ള ഇടമാണ് ക്ഷേത്രങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാ നമുക്ക് തെറ്റായ രീതിയിൽ ജീവിക്കാൻ പറ്റുക? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുതാരുടെയും ധനം. അല്ലെ? എത്ര ഭംഗിയായിട്ടാണ് ആ ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഒന്നും തന്നെ നമ്മളുടെ അല്ല. സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മൂഢത്വം എത്ര അജ്ഞാനമാണ്, അവിദ്യയിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ഗുരു നമ്മളെ എപ്പോഴും പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തില് ഓരോ മനുഷ്യനും ജനിക്കുന്നത് ഏകനായിട്ടാണ്, പോകുമ്പോഴും ഏകനായിട്ടാണ് പോണത്, അല്ലെ? അതിന്റെ മധ്യത്തിൽ മാത്രം കുറച്ച് സമയത്ത് നമുക്ക് കുറെ പേരെ കൂട്ട് കിട്ടിയിട്ടുണ്ട്.
അതാണ് പറയുന്ന അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യൈവ തത്ര കാ പരിദേവന. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കണത് ഒരിടത്തിരിക്കും, ജീവിതം വേറൊരിടത്തിരിക്കും. അങ്ങനെയല്ല, ഇത് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ആത്മീയത ചെയ്യണത്. ഈ പ്രപഞ്ചത്തിലെ സകലതും അവ്യക്തത്തിൽ നിന്നാണ് ഉണ്ടായത്. അവ്യക്തത്തിലേക്ക് തന്നെയാണ് ഇത് മറയുന്നത്. കാരണം നമ്മൾ അജ്ഞാനത്തിന്റെ സന്തതികളാണ്. അജ്ഞാനത്തിന്റെ സന്തതികളാണെങ്കിലും നമ്മളിൽ ആ അജ്ഞാനം മാറ്റാനുള്ള അമൃതത്വം കൂടി നിറച്ചിട്ട ഭൂമിയിലേക്ക് വെച്ചേക്കണേ. അതുകൊണ്ടാണ് ഉപനിഷത്ത് നമ്മളെയൊക്കെ വിളിക്കുന്നത് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ കേൾക്കൂ. ഈ അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങൾ എന്തുകൊണ്ടാണ് കരയണത്, ദുഃഖം മാറാത്തത്? അപ്പൊ നമ്മൾ അറിയണം, ഇടയ്ക്ക് മാത്രം കിട്ടിയ കൂട്ടുകാരെ, അത് അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ ഇടയ്ക്ക് മാത്രം കിട്ടിയ കൂട്ടുകാരെ സ്വന്തമെന്ന് കരുതി ഭ്രമിച്ചു പോകുമ്പോഴാണ് നമുക്ക് അവസാനം ദുഃഖസാഗരത്തിൽ നമ്മൾ പതിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവ്യക്ത നിധനാന്യൈവ, അവ്യക്തത്തിൽ നിന്നാണ് വന്നത്. ഇടയ്ക്ക് മാത്രം കുറച്ച് മധ്യസ്ഥിതിയിൽ മാത്രം അത് വ്യക്തമായി. ഇനി അടയുന്നതും അവ്യക്തത്തിലേക്ക് തന്നെയാണ്. തത്ര കാ പരിദേവന, എന്തിനാണ് വിഷമം എന്ന് ചോദിക്കുന്നില്ലേ? അപ്പോൾ അതാണ് ഗുരു പറഞ്ഞ ജനകനും അമ്മയും ആത്മസഖി പ്രിയജനവും അടുത്തയൽവാസികളും സദാ ജനനമെടുത്തു പിരിഞ്ഞിടും എപ്പോഴും തനിയെ ഇരിപ്പതിനെ തരമായി വരൂ. ഇത് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. ജീവിതത്തിൽ ആരും ഒറ്റയ്ക്കല്ല, നമ്മളോടൊപ്പം പ്രകാശാത്മകമായ ഒരു ചൈതന്യമുണ്ട്. അതെപ്പോഴും നമുക്ക് ആശ്വാസം അരുളിക്കൊണ്ട് നമ്മുടെ ജീവിത ആ ഒരു ചൈതന്യത്തിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നല്ലൊരു ബോധം ഉണ്ടാകണം. അതിനാണ് നമ്മൾ വേദാന്ത സൂത്രം പോലെയുള്ള ദാർശനികമായ കൃതികൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം. അപ്പോൾ വിദ്യാശക്തി കൊണ്ട് ആ വിദ്യാശക്തിയെ നമ്മൾ നീക്കിയാൽ നമുക്ക് ഈ ഇവിടെയുള്ള ഉണ്മയെ അറിയാൻ പറ്റും. നമ്മൾ ചേർത്ത് പിടിച്ചേക്കുന്ന അസദ് രൂപമായ ഈ നാമരൂപാധി ശരീരം മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാം ഇല്ല, അസത്താണെന്നും അതിൽ എന്താ പറയുക, അതിൻ്റെ നാശത്തില് വിഷമിക്കേണ്ടതില്ല എന്നും ഒക്കെയുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്രഹ്മശക്തിയായ മായയ്ക്ക് 2 ശക്തി വിശേഷങ്ങളുണ്ട്. ഒന്ന് ആവരണ ശക്തിയും ഒന്ന് വിക്ഷേപ ശക്തിയും. മായയ്ക്ക് 2 ശക്തി വിശേഷമുണ്ട്, ആവരണവും വിക്ഷേപവും. ആവരണം സ്വരൂപത്തെ എപ്പോഴും മറച്ചു വെച്ചിരിക്കും. വിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിനെ മറ്റൊന്നായി കാണിച്ചു തരികയും ചെയ്യും. മറപ്പിച്ച് കളഞ്ഞെങ്കിൽ പിന്നെയും വേണ്ടില്ലായിരുന്നു. പക്ഷെ അതിനെ ഇത് സത്യമാണെന്നിട്ടെന്നുള്ള ബുദ്ധിയിൽ നമ്മളെ അതിനകത്ത് മനസ്സ് ഉറപ്പിച്ചു വെക്കുകയും ചെയ്യും. അതാണ് ഈ മായാ വനിതയുടെ ഒരു കളി. അതാണ് മറച്ചു കളഞ്ഞിട്ട് സത്യത്തെ മറപ്പിച്ചിട്ട് അസത്യമായതിനെ സത്യമെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതാണ് വിക്ഷേപശക്തി. സത്യത്തെ വിക്ഷേപശക്തി. അപ്പോ മായയ്ക്ക് 2 വിധത്തിലുള്ള ശക്തികളുണ്ട്. ഏതൊക്കെയാണ്? ആവരണ ശക്തിയും വിക്ഷേപശക്തിയും, അല്ലെ? അപ്പോൾ ഈ 2 ശക്തികളെയും ആശ്രയിക്കുന്നത് കൊണ്ടാണ്, ഈ 2 ശക്തികളാണ് നമ്മളെ ഈ പ്രപഞ്ച ഭ്രമത്തിലേക്ക് പെടുത്തുന്നത്. അപ്പോൾ ഇനി അത് ഗുരു ജനി നവരത്ന മഞ്ജരിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഈ ആവരണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ജനി നവരത്ന മഞ്ജരിയിലെ നമ്മളെ ഈ മൂടിയിരിക്കുന്ന അജ്ഞാനം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കാലാദിയായ മൃദു നൂലാല നെയ്യുന്നൊരു ലീലാപടം, ദേശകാല ചിന്തകളാകുന്ന ആ ഒരു കളിവസ്ത്രമിട്ട് മൂടിക്കൊണ്ടാണ് ഈ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഉള്ളത് അറിയാത്തത് എന്ന് ഗുരു പറയുന്നുണ്ട്. അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി അതുപോലെ മറ്റൊരു ശക്തിവിശേഷമുണ്ട് മായയ്ക്ക്. അതിനെയാണ് വിവർത്തം എന്ന് പറയാം. വിവർത്തം ആരെങ്കിലും അറിയാമോ എന്താണ് വിവർത്തം എന്ന്?
ഇതിനു മുമ്പൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് വിവർത്തം. അധിഷ്ഠാന സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്നിനെ പ്രതീതമാക്കുന്നുണ്ട്. അധിഷ്ഠാന സത്യയെ മറിച്ചിട്ട് ഉള്ളതിനെ മറ്റൊന്നായിട്ട് തന്നെ പ്രതീതമാക്കുന്നു. ഉള്ള ആ സത്യത്തെ അങ്ങോട്ട് മറിച്ചിട്ട് അതിനെ മറ്റൊന്നായി നമ്മൾക്ക് പ്രതീതമാക്കുന്നു. അതിനെയാണ് വിക്ഷേപം എന്ന് പറയും. അതായത് മരുഭൂമിയിൽ ജലം ഒരിക്കലും ഉണ്ടായിട്ടില്ല, പക്ഷെ മരുഭൂമി എന്ന അധിഷ്ഠാനത്തെ മറിച്ചുകൊണ്ട് അവിടെ ജലം ഉള്ളതായി നമ്മളിലേക്ക് പ്രതീതമാകുന്നതാണ് വിവർത്തം, അല്ലെ? രജ്ജുവിനെ മറിച്ചുകൊണ്ട് സർപ്പം ഉള്ളതാണെന്ന് തോന്നുന്നു. ആ രജ്ജു സ്വരൂപത്തെ കാണാതെ അതിനകത്ത് ഇല്ലാത്തതായ സർപ്പത്തെ നമ്മൾ ഉണ്ടാക്കി കണ്ട് ഭയപ്പെട്ട് വിഷമിച്ച് ദുഃഖിച്ച് വല്ല കാര്യമുള്ളതാണോ? അവിടെ സർപ്പം ഉണ്ടായിട്ടേ ഇല്ല. എന്തോരം വിഷമിച്ചു, എന്തോരം അവലാതിപ്പെട്ടു, അല്ലേ? പക്ഷെ അതുപോലെ തന്നെ ഈ ജീവിതത്തെ കണ്ട് നമ്മൾ ആവലാതിപ്പെടും. പക്ഷെ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ആവലാതിപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോ ടീച്ചറിന് ഇടാനൊരു ചോദ്യമായി. ബ്രഹ്മവിവർത്തമാണ് എന്ത്? ഡാഷ് പ്രപഞ്ചം. ബ്രഹ്മവിവർത്തമാണ് പ്രപഞ്ചം. ബ്രഹ്മ പരിണാമമാണോ പ്രപഞ്ചം? അല്ല. അപ്പൊ പരിണാമത്തിന് ഒരു ഉദാഹരണം പറഞ്ഞേ. വിത്ത് വൃക്ഷമാകുന്നത്, അല്ലെ? അപ്പോ അതൊക്കെ പരിണാമമാണ്. അതുപോലെ ബ്രഹ്മം പരിണമിച്ചല്ല ഈ പ്രപഞ്ചമായി വന്നേക്കുന്നത് എന്നറിയണം. ബ്രഹ്മം പരിണമിച്ചല്ല വന്നേക്കുന്നത്. ആ ബ്രഹ്മത്തിന്റെ സത്തയെ മറച്ചുകൊണ്ട് നമ്മളെ മറ്റൊന്നായിട്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ മറ്റൊന്നായി പ്രതീതമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഗുരു അതിനെ ഉറപ്പിച്ചു പറയാണ്, സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഒന്ന് തന്നെ എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നിനെ അവിടെ ആശ്രയിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യം ഓർക്കണം. ബ്രഹ്മത്തിന് രണ്ടു വിധത്തിലുള്ള ശക്തിയുണ്ട്. ആവരണശക്തി, വിക്ഷേപശക്തി. ആവരണശക്തി സ്വരൂപത്തെ മറയ്ക്കുന്നു. വിക്ഷേപശക്തി അതിനെ മറ്റൊന്നായി കാണിച്ചു തരും. നമ്മളിത് പഠിക്കണ എന്തിനാണെന്നറിയോ? ഗുരുവിന്റെ കൃതികളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ വിവർത്തം എന്ന് കേൾക്കുമ്പോ എന്താന്ന് അറിയണ്ടേ? എന്താ വിവർത്തം എന്ന് പറഞ്ഞാൽ അധിഷ്ഠാന സത്തയെ മറിച്ചുകൊണ്ട് ഉള്ളതിനെ മറ്റൊന്നായി കാണിക്കുന്നു. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാമോ? രജ്ജു സർപ്പം, മരീചിക, അല്ലെ? അതെ. അല്ല, ഒരു ലൗകികത്തില് നാഗമാവോ? ഓക്കെ. അപ്പോ നമ്മളുടെ സൂത്രത്തിലേക്ക് വരാം നമുക്ക്. അപ്പൊ ബ്രഹ്മം തന്നെയാണ് ഉണ്മയും ഇല്ലാത്തതുമായി പ്രകാശിക്കുന്നത്. അപ്പൊ ഗുരു ഉദാഹരണ സഹിതം എത്രയോ കൃതികളിലൂടെ നമുക്കിത് പറഞ്ഞു തന്നു. എണ്ണമറ്റ ശ്ലോകങ്ങൾ അതിന് നമുക്ക് ഉദാഹരണമാക്കി വെക്കാം, അല്ലെ? അപ്പോ അധ്യാരോപിതമായ ആ പ്രപഞ്ചത്തെ പ്രപഞ്ചഭ്രമത്തെ അഴിച്ചു മാറ്റിക്കൊണ്ട് അപവാദ ദർശനം ഗുരു ദർശനമാലയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, വിഭജ്യ അവയവം സർവം ഏകൈകം തത്ര ദൃശ്യതേ ചിന്മാത്രമഖിലം നാന്യതിഥി മായാവിദൂരകം. വിഭജ്യ അവയവം, എല്ലാ അവയവങ്ങളും മുഴുവൻ ഓരോന്നായി പിരിച്ചു നോക്കിയാല് നമുക്ക് എന്ത് കാണാം? ഏകൈകം തത്ര ദൃശ്യതേ ചിന്മാത്രമഖിലം, ബോധം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നാന്യത്, മറ്റൊന്നും കാണാനാവില്ല. മായാവിദൂരകം, മായാലേശമില്ലാത്ത ആ ബോധത്തെ മാത്രമേ നമുക്ക് കാണാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ സംസ്കൃതത്തിലും മലയാളത്തിലുമായി നിരവധിയായ കൃതികളിലൂടെ എല്ലാം ഗുരു ഈ അസത്തിനെ മാറ്റിയിട്ട് അതിൽ ആ സത്തിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അസത്തിനെയും ഗുരു വേറെ വേറെ എടുത്ത് പറഞ്ഞു തരുന്നുമുണ്ട്. അതുപോലെ തന്നെ ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറെ, അത് രണ്ട് ചേർത്ത് നമുക്ക് പഠിക്കാം, അല്ലെ? അതായത് ദർശനമാലയിലെ അപവാദ ദർശനത്തിൽ വിഭജ്യ അവയവം സർവമേകൈകം തത്ര ദൃശ്യതേ ചിന്മാത്രമഖിലം നാന്യതിഥി
മായാവിദൂരകം. അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? അതിന്റെ വിഭജ്യ അവയവം സർവം. സർവം അവയവം. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനെ എടുത്ത് ഓരോന്നോരോന്നായി പിരിച്ചു മാറ്റി നോക്കിയാലേ മായാസ്പർശമില്ലാത്ത ആ ബോധത്തെ മാത്രം നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഗുരു പറയുക. അതിന്റെ മലയാളം തന്നെ ഗുരു തന്നിരിക്കുന്നത് ഓരോന്നായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ. ഇനി നമ്മള് പിരിച്ച് മാറ്റി ഒരു വസ്തുവിനെ എടുത്തിട്ട് പരിശോധിച്ചാലും വേറാകുമീ അവയവങ്ങളും ഏവമങ്ങോട്ട് ഓരായികിൽ ഇല്ല അഖിലവും നിജബോധ മാത്രം. പിരിച്ചു മാറ്റിയെടുത്ത് ഒരു വസ്തുവിനെ എടുത്ത് ഇതല്ല എന്ന് പറഞ്ഞ് മാറ്റിയാൽ ഈ മാറ്റിവെച്ച ഏത് വസ്തുവിനെ എടുത്ത് പരിശോധിച്ചാലും നമ്മൾ ചെന്ന് എത്തിച്ചേരുന്നത് ആ ചിന്മാത്രമായ സത്യത്തിലേക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശുദ്ധമായ ബോധം മാത്രമാണ് അവശേഷിക്കുന്നത്. കാഴ്ചകളെല്ലാം തോന്നലുകളാണെന്ന് തെളിയുകയും ചെയ്യും. അതപ്പോൾ പഠിച്ചുകൊള്ളണം. ആ തൃശ്ശൂർ കാലമുക്കിൽ വെച്ചിട്ട് ഗുരു പറഞ്ഞ ആ സംഭാഷണം ഇന്ദിര ടീച്ചർ ഒന്ന് ഒരു സ്ക്രിപ്റ്റായിട്ട് എഴുതി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കുറേ പഠിപ്പിക്കുന്നതിൽ നല്ലത് ഗുരു ഒരു സാധാരണ മനുഷ്യന്റെ മുന്നിലേക്ക് ഇത് ഉള്ളത് പ്രകാശം മാത്രമാണെന്നും ബാക്കിയൊക്കെ പ്രതീതിയാണെന്നും തോന്നലാണെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. ആ സംഭവം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ ഒരു സംഭാഷണം അതെവിടെ വെച്ചിട്ടാണ് ഗുരു അത് പറഞ്ഞത്? തൃശ്ശൂർ കാരമുക്കിൽ വെച്ചിട്ടാണ് ശിഷ്യനോട് സംസാരിച്ചത്. അപ്പൊ എന്തായിരുന്നു അവിടെ സന്ദർഭം? എന്താ തുളസി സാറിന് ഓർമ്മയുണ്ടോ അത്, ആ സംഭാഷണം? അതായത് തൃശ്ശൂർ കാരമുക്കില് ഇനി ഈ സംഭാഷണം എല്ലാം ഞാൻ ഓരോരുത്തരെ ഇപ്പൊ ചോദിക്കും കേട്ടോ, ശ്രദ്ധിക്കുക അത്. കാരണം വേദാന്തം വലിയ കട്ടിയുള്ള വാക്കുകൾ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഗുരു പറയാണ് വേദാന്തത്തില് വളരെ കട്ടിയുള്ള വളരെ വിഷമമുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എളുപ്പമുള്ളതും ഉണ്ടല്ലോ, അത് നാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് ശിഷ്യനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് അത് രണ്ടാമതൊന്നും കൂടി കേൾക്കണം എന്ന് നമ്മളൊക്കെ മറന്നുപോകും. അപ്പൊ അതുകൊണ്ട്, കാരണം അജ്ഞാനികളാണ്, അപ്പൊ ഒന്നും കൂടി പറയണം ഗുരു എന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോഴാണ് ഗുരു പറയണത് ഉടുത്തിരിക്കുന്ന വസ്ത്രം നോക്കൂ. ഇപ്പൊ ഓർമ്മ വന്നോ സാറേ? വസ്ത്രം നോക്കൂ. ആ വസ്ത്രം അതെ അതെ അതെ. അപ്പൊ അവിടെ ചോദിക്കുകയാണ് വസ്ത്രം ഉണ്ടല്ലോ എന്ന് ചോദിക്കുക. ഉണ്ട് സ്വാമി, കാണുന്നുണ്ട്. അപ്പൊ പറയാണ് എന്നാ ഒരു കാര്യം ചെയ്യൂ, അതൊന്ന് ഇഴ പിരിച്ചു നോക്കൂ. ഇഴ പിരിച്ചപ്പോ ഓരോന്നായി നൂലെടുത്തു കഴിഞ്ഞപ്പോൾ വസ്ത്രം അവിടെ ഇല്ല. വസ്ത്രം ഉണ്ടോ ഇപ്പോ? ഇല്ല, വസ്ത്രം പോയി. അപ്പൊ ഒരു വസ്തു പിരിച്ചു നോക്കുമ്പോൾ ആ വസ്തു ഇല്ലെങ്കിൽ പിന്നെ ആ വസ്തു അസത്തല്ലേ? വസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞ ഒരു പ്രതീതി മാത്രമല്ലേ? അത് നൂലായി കഴിഞ്ഞു, വസ്ത്രം ഇല്ല. നമ്മളും അങ്ങനെ തന്നെയാ. അപ്പൊ അത് കഴിഞ്ഞ് ഇനി അതിനെ ഒന്നും കൂടി വിശ്ലേഷണം ചെയ്യൂ. അപ്പൊ ആ നൂലെടുത്ത് അത് പിരിച്ച് നോക്കിയപ്പോൾ അത് പഞ്ഞി ആയിട്ട് മാറി. അപ്പൊ എന്തു പോയി? നൂലും പോയി, വസ്ത്രം പോയി, നൂല് പോയി, പഞ്ഞിയായി. അപ്പൊ നമ്മൾ ആ വസ്ത്ര രൂപത്തിൽ കണ്ടത് പ്രതീതിയാണെന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. ഗുരു എന്തായി പറയണ? ഞാൻ എന്റെ മുമ്പിൽ വസ്ത്രമുണ്ടോ, ഇത് സത്യമല്ലേ നമ്മൾ ചോദിക്കും. അതിനാണ് ഗുരു വളരെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു തരിക. വസ്ത്രമുണ്ടോ? ഇല്ല. നൂലുണ്ടോ? ഇപ്പൊ നൂലുമില്ല, പഞ്ഞിയുണ്ട്. ഇനി ആ പഞ്ഞീനെ ഒന്ന് വിശ്ലേഷണം ചെയ്യൂ. ആ പഞ്ഞിയെ വിശ്ലേഷണം ചെയ്തപ്പോഴാണ്, നമുക്ക് വിശ്ലേഷണം ചെയ്യാനൊന്നും അറിയില്ല അല്ലെ, അത് വിശ്ലേഷണം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ശാസ്ത്ര ദൃഷ്ടിയാ അതിനെ വിശ്ലേഷണം ചെയ്തപ്പോഴാണല്ലോ ശാസ്ത്രജ്ഞന്മാര് ദൈവഗണത്തെ കിട്ടിയത്. അപ്പോഴാണ് അത് മൂലഭൂത തന്മാത്രകളായിട്ട് മാറി. മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മ തന്മാത്രകളായിട്ട് അതിനെ കണങ്ങളായിട്ട് അത് മാറി. അപ്പൊ ഏതു വസ്തുവും ഈ പുറമേ കാണുന്ന രൂപം വെറും പ്രതീതിയാണ്. അതിനെ എടുത്ത് പിരിച്ച് വിശ്ലേഷണം ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാം ചെന്ന് എത്തുന്നത് പഞ്ചഭൂത മൂല തന്മാത്രകളിലാണ്. ആ മൗലിക കണത്തെ ആ കണമുണ്ടായത് പരമേശ്വര ജഗദീശ്വരനിൽ നിന്ന് തന്നെയാണ് എന്ന്
ഉപനിഷത്ത് ഋഷിമാര് പറയുക. അതല്ലെന്ന് പറയാൻ ശാസ്ത്രത്തിന്റെ കൈ മറുപടിയില്ല. അപ്പോൾ ആ പഞ്ചഭൂത എന്തിനെ പരിശോധിച്ചാലും പഞ്ചഭൂത തന്മാത്രകളായിട്ട് അത് മാറുന്നു. ഈ പഞ്ചഭൂത തന്മാത്രകൾ ഈശ്വരനിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ അതാണ് ഗുരു. എന്നിട്ട് ഗുരു ചോദിക്കുന്നുണ്ട്, അപ്പൊ ഗുരു ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, വസ്ത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഗുരു പറയുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലത് കൊണ്ടോളണത്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടതാണ്. അത് തോന്നലാണ്. ഉണ്ടെന്നുള്ളത് വെറും പ്രതീതി മാത്രാണ്. ഉള്ളത് ബോധം മാത്രം, സത്ത് മാത്രം. അത് പ്രകാശമാണ്. എന്തൊരു അതുകൊണ്ടാണല്ലേ ടീച്ചർ നമ്മളെ ഹിന്ദു മതത്തില് ശവശരീരങ്ങൾ ഭസ്മമാക്കി അത് വീണ്ടും പഞ്ചഭൂതങ്ങളായിട്ട്. അതെ അതെ. എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. ഹിന്ദു മതം, മുസ്ലിം, ഇസ്ലാം മതം അങ്ങനെ ഒന്നുമില്ല. എല്ലാ ശരീരങ്ങളും പഞ്ചഭൂതത്തിലേക്ക് പോകും. കുഴിച്ചിട്ടാലും പോകും, അത് ദഹിപ്പിച്ചാലും പഞ്ചഭൂതാത്മകമായി തന്നെ അങ്ങോട്ട് പോകും. ഒന്നുമില്ല. ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു നിമിഷത്തില് അടിയിടറി വീഴാവുന്ന ഒരു കൂട് മാത്രമേ ഉള്ളൂ, പഞ്ചരമാമുടൽ. അപ്പൊ അതിന് എന്തൊക്കെ സ്വപ്നങ്ങൾ കൊണ്ട് പണിത് വെച്ചേക്കുന്നു നമ്മളല്ലേ. അപ്പോൾ ആ സത്യം തന്നെയാണ് സത്തെന്നും അസത്തെന്നും പ്രതീതമാകുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ട് വരുന്നത്. അപ്പോൾ ബ്രഹ്മസത്യം സത്തിനും അസത്തിനും അതീതമായ ചൈതന്യമാണെന്ന് അറിയണം. ആദ്യം നമ്മൾ കയറിൽ കണ്ട പാമ്പിനെ ആദ്യം മാറ്റണം, എന്നിട്ട് കയറിനെയും മാറ്റണം. കയറിൽ പാമ്പിനെ ആരോപിച്ച് വെളിച്ചം കൊണ്ടുവന്നപ്പോൾ പാമ്പില്ലാന്നറിഞ്ഞു, കയറേ ഉള്ളെന്നറിഞ്ഞു. പക്ഷെ കയറും ഭ്രമം തന്നെ. കയറിനെയും മാറ്റണം. അതായത് അധ്യസ്ഥമായത് അല്ലെങ്കിൽ ആരോപിതമായത് എല്ലാം അസത്താണ്. ബ്രഹ്മത്തിന്റെ ശക്തി സ്പന്ദിച്ച് തുടങ്ങിയ ആ സ്പന്ദനം മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം അസത്താണ്. ശക്തി സ്പന്ദിക്കുമ്പോഴാണല്ലോ ശബ്ദം. ആ ശബ്ദമാണല്ലോ നാദമാണല്ലോ വിവിധ രൂപങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സ്പന്ദനം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം അസത്താണ്. പിന്നെ ഈ ഓരോ പ്രപഞ്ച സത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഒന്നും കൂടി നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചേ. ഈ നിർവചനങ്ങൾക്ക് അപ്പുറം ഒന്ന് ചിന്തിച്ചേ. എല്ലാ വസ്തുക്കളിലും അതിനെ അറിയാനുള്ള ഒരു ഉണ്മയെ ചേർത്തുകൊണ്ടാണ് ഓരോ വസ്തുക്കളും വന്നിരിക്കുന്നത്. നമ്മുടെ ഓരോ ജീവനുകളായി വന്നിരിക്കുന്നതിലും സത്ത ചേർത്തിട്ടുണ്ട്, ഉണ്മയുണ്ട്. അവയെ അറിയാൻ ഒരു ഉണ്മയെയും കൂടി സത്തിനെയും കൂടി വെച്ചുകൊണ്ടാണ്, സ്പന്ദന രൂപത്തിൽ ആ ശക്തി, ആ ഉണ്മയെയും കൂടി വെച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളായിട്ട് മാറുന്നത്. അതിലെ നാമവും രൂപവും അസത്തും, അതിനെ അറിയുന്ന ആ ചിന്മാത്രമായ ആ സത്യം ഉണ്മയുമാണ്. എല്ലാത്തിലും ഉണ്മ ചേർന്ന് വരുന്നുണ്ട്. ഉണ്മയും ഇല്ലായ്മയും കൂടി ചേർന്ന് ഇവിടെ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് സത്തെന്നും അസത്തെന്നും പ്രതീതമാണ് എന്ന് പറയുന്നത്. പക്ഷെ ഈ സത്തും ഈ അസത്തും പ്രതീതികളാണ്. അവിടെ നമ്മൾ ഇനി കൂടുതൽ സൂത്രങ്ങളിലേക്ക് പോകുമ്പോൾ, നമ്മൾ അടുത്ത സൂത്രങ്ങളൊക്കെ വരുമ്പോൾ ഗുരു പഞ്ചഭൂതങ്ങളെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. ആയിരിക്കുകയാണ് ബ്രഹ്മസത്തയിലേക്ക് ഈ പ്രപഞ്ചവും നാം ഉൾപ്പെടെയുള്ള സമസ്ത ചരാചരങ്ങളും ഉണ്ടെന്ന്, സത്യമെന്ന് അധ്യാരോപിതമായിരിക്കുകയാണ്. അപ്പോൾ അതിന് ആത്മാവിൽ നിന്ന് വേറിട്ടൊരു സത്തയില്ല പ്രപഞ്ചത്തിലെ എല്ലാത്തിലും എന്ന് നമ്മൾ അറിയണം. കയറിൽ നമ്മൾ അധ്യസ്ഥമായിരിക്കുന്ന സർപ്പം കയറിൽ നിന്ന് ഭിന്നമല്ല. കാരണം ഏകമായ സത്യം ഒന്ന് മാത്രമാണ്. അത് സത്തെന്നും അസത്തെന്നും മാറി മാറി പ്രകാശിക്കുന്നത്. അതെന്താണെന്ന് അടുത്തതിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. കാരണം ആത്മസത്തയാണ് ലോകസത്തയായിട്ട് മാറിയിരിക്കുന്നത്. അത് ആദ്യം അറിയാം. അതിൽ ഈ ലോകം ആത്മസത്തയെ ആശ്രയിച്ചിരിക്കുന്നു, അങ്ങനെയാണ് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ ലോകത്തെ അനിത്യമെന്ന് വ്യവഹരിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് ബ്രഹ്മസത്തയെ ആശ്രയിച്ചു മാത്രം നിലകൊള്ളുന്നത് കൊണ്ടാണ് ഈ ലോകത്തെ അസത്തെന്നും ബ്രഹ്മത്തെ സത്തെന്നും പറയുന്നത്. കാരണം ഒന്നില്ലാതെ ഇതിനെ അസത്തിന് നിലനിൽക്കാൻ പറ്റില്ല, സത്തയില്ലാതെ. അതുകൊണ്ട് ഈശ്വര സത്യത്തെ സത്തയെന്നും അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതിനെ അസത്തെന്നും പറയുന്നു.
അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇത്രയും സൂത്രങ്ങളിലൂടെയൊക്കെ പറയുമ്പോൾ ഈ പ്രപഞ്ച അസത്താണെന്ന് കേട്ട് മടുത്തു. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ഗുരു ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഈ ലോകത്തെയോ അതിലെ പ്രശ്നങ്ങളെയോ കാണാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ലോകത്തെയും അതിലെ പ്രശ്നങ്ങളെയും കാണാതിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രശ്നങ്ങളിലും ഗുരു ഇവിടെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ സത്യം അറിഞ്ഞിട്ടാണ്. നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് സത്യം അറിയാതെയാണ്. എല്ലാവരും മരിക്കും, പക്ഷേ ഞാൻ ഈ ഒരു നൂറ്റാണ്ടിൽ മരിക്കില്ല എന്ന് കരുതിയാണ് നമ്മളിരിക്കുന്നത്. എല്ലാവരുടെ അച്ഛനമ്മമാരും മരിക്കും, പക്ഷെ എൻ്റെ അച്ഛനമ്മമാരും മരിക്കുമ്പോൾ ഒന്ന് വേറെയാണ്, അല്ലേ? അപ്പോൾ അത് നമ്മൾ കാഴ്ചക്കാരായിട്ട് നോക്കും, പക്ഷെ നമുക്ക് വരുമ്പോൾ നമ്മളത് എന്തോ വലിയ ദുരന്തം വന്ന പോലെ നോക്കും. പക്ഷെ ഇതൊക്കെ എല്ലാ ലോകത്തിന്റെ ആ ഒരു ചാക്രികതയിൽപ്പെട്ട ഓരോന്നും ഉണ്ടായി നിലനിന്ന് മറഞ്ഞങ്ങ് പോകുന്നതാണെന്നും ഞാനും ആ മറയലിൽ പെട്ട് മറഞ്ഞു പോകുന്നതാണെന്നും പഠിച്ചേ പറ്റൂ, വിശ്വസിച്ചേ പറ്റൂ. എന്നുവെച്ചാൽ അത് ഓർത്തുകൊണ്ട് ഭയന്ന് ജീവിക്കാനല്ല അതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ ഇരിക്കുന്നത്ര സമയവും ആ പ്രകാശാത്മകതയെ ധരിച്ചുകൊണ്ട് അതിൻ്റെ ആനന്ദത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടേണ്ടത്. അല്ലാതെ ഞാൻ നാളെ മരിക്കുമോ, എനിക്ക് രോഗം വന്നാൽ ആരുണ്ടാവും, എനിക്ക് എൻ്റെ സമ്പത്തൊക്കെ മക്കൾ കൊണ്ടുപോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും, പല പല നിസ്സഹായ അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വല്ലാതെ ഏകാന്തതയും അനാഥത്വവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ 100 ഇരട്ടിയാണ് ഇപ്പോൾ. കാരണം മക്കളൊക്കെ വിദേശങ്ങളിലേക്കും ഒക്കെ ഇട്ട് ഒരുവിധം പ്രായമായ അച്ഛനമ്മമാരൊക്കെ നമ്മൾ ഏകാന്തതയിലേക്ക് പിന്തള്ളപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഈ സത്യമൊക്കെ പഠിച്ചാൽ പോലും ജീവിതത്തിൽ നമ്മൾ നിസ്സഹായരാകാറുണ്ട്, വിഷമിക്കാറുണ്ട്. പക്ഷെ ഈ സത്യം അറിഞ്ഞ മനുഷ്യർക്കുണ്ടല്ലോ, ഏത് ഏകാന്തതയിൽ ഇരുന്നാലും അവരെപ്പോഴും പ്ലസന്റ് ആയിരിക്കും. ഇപ്പൊ ഒരാൾ കാണുമ്പോൾ ചോദിക്കും, ഇത്രയും ഒറ്റപ്പെട്ടിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എങ്ങനെയാ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ അതിനുത്തരം അറിയേണ്ടതറിഞ്ഞാൽ പിന്നെ പ്രാപ്യെന്ന കിഞ്ചിത് വാഞ്ചതി, കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ ഒന്നും ആഗ്രഹിക്കണ്ട. എന്നാ ശോചതി, ഒരു ദുഃഖവും ഇല്ല. എന്നാ ദ്വേഷ്ടി, ആരോടും വെറുപ്പവും ഇല്ല. മകൻ എന്നെ ഇട്ടിട്ട് പോയത് പാവ, അതുങ്ങൾക്കും ജീവിക്കണ്ടേ? നമ്മൾ ജീവിച്ചു, ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ജീവിച്ചു. ഇനി നമ്മളെ നോക്കാൻ വേണ്ടി അവരുടെ ജീവിതം അങ്ങോട്ട് കളയണമെന്നും പറഞ്ഞിട്ട് വാശി പിടിക്കരുത്. നമ്മളെങ്ങനെ ജീവിച്ചോ ആ സാഹചര്യങ്ങളോടെ എത്തിപ്പെട്ട് ജീവിതത്തെ അവർക്കും കരുപ്പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുന്നത് നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിനെ താഴ്ന്നു പോകാതെ കൂടുതൽ നമ്മുടെ സത്സംഗങ്ങളൊക്കെ ചെയ്ത് വിരസത വരാതെ പഠനവും പാഠനവും അതുപോലെ തന്നെ അത്യാവശ്യ യാത്രകൾ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശാന്തമാക്കി വെക്കുക. ഒരിക്കലും നമ്മൾ ഒരു മനസ്സ് പിടിവിട്ട് പോവാതിരിക്കുക. കാരണം അത് നമ്മൾ ഇരിക്കുന്നത് ആത്മീയമായ പ്രകാശമാണ്. അതിനെ പ്രോജ്വലിപ്പിച്ചാലും നമുക്ക് ഒരിക്കലും ദുഃഖം വരില്ല. ഏത് നിസ്സഹായ അവസ്ഥയിലും ദുഃഖം വരില്ല എന്നുള്ളതാണ്. പണമൊന്നും അല്ല മനുഷ്യന്റെ സന്തോഷത്തിന്റെ അളവുകോല്. എത്ര തൃപ്തിയായി ഒരു മനുഷ്യൻ ഇരിക്കാൻ പറ്റുന്നോ അതാണ് അവന്റെ സന്തോഷത്തിന്റെ അളവുകോല്. അതാണ് അറിയേണ്ടത്. അങ്ങനെയുള്ളവരെ നിങ്ങൾ എവിടെ അങ്ങനെയുള്ളവരെ കണ്ടോ ഒന്ന് പാദം നമസ്കരിച്ചോ. അവരത്ര അറിവുള്ളവരാണേ, അല്ലേ? 100,000 കോടി സമ്പത്ത് ബാങ്കിലിട്ടിട്ട് ഒരു നിമിഷം പോലും എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനോ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാനോ പറമ്പ് ഒരു പൂ വിരിയുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് കാണാനോ സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാനോ ഒന്നിനും എനിക്ക് സമയം കിട്ടാതെ തിരക്കുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് എന്ത് സമ്പത്ത് ഉണ്ടായിട്ട് എന്തിനാ? ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഒരു സമ്പത്തും വേണ്ട. നമുക്ക് കഴിക്കാൻ എന്തോരം ആഹാരം വേണം, ഉടുക്കാൻ എത്ര വസ്ത്രം വേണം, എത്ര കിട്ടിയാലും നമ്മൾ കഴിക്കുന്നതിന് എത്ര പരിധിയുണ്ട്, അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ ഉള്ളം എപ്പോഴും ബലവത്താക്കി വെക്കുക,
ആ ഇരിക്കുന്ന സമയത്ത് പ്രസന്റ് ലൈഫിൽ ജീവിക്കാൻ പഠിക്കുക. വർത്തമാന കാലത്തിൽ എനിക്ക് ഹാപ്പിയാണോ? അതെ. നാളെ എനിക്ക് രോഗം വന്നാൽ കിടന്നാൽ എന്തെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം എനിക്ക് ഹാപ്പിയാണോ? ആഹാരമുണ്ടോ? വസ്ത്രമുണ്ടോ? നോക്കാൻ ആളുണ്ടോ? അല്ലെങ്കിൽ ആളുകളൊന്നും ഇല്ലാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അതുപോലും വർത്തമാനകാലത്തിന്റെ സ്വച്ഛതയെ നശിപ്പിച്ചുകൊണ്ട് നാളത്തെക്കുറിച്ച് ഓർത്തൊന്നും ആരും വിഷമിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത്. കാരണം ഈ ഉണ്മയെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാതെ വേറെ എങ്ങനെയാ പറഞ്ഞു തരിക? അപ്പോൾ ഗുരു ഈ ലോകത്ത് വ്യവഹരിച്ചപ്പോൾ എല്ലാത്തിനെയും സത്യബുദ്ധിയാ കണ്ടുകൊണ്ടാണ് ഗുരു ഈ ലോകത്ത് വ്യവഹരിച്ചത്. അങ്ങനെ വ്യവഹരിക്കുമ്പോൾ നമുക്ക് മതകോലാഹലങ്ങൾ ഉണ്ടാവില്ല, കലാപങ്ങൾ ഉണ്ടാവില്ല, കലഹങ്ങൾ ഉണ്ടാവില്ല, ചൂഷണങ്ങൾ ഉണ്ടാവില്ല. ഏത് ബുദ്ധി കാണുമ്പോൾ എല്ലാത്തിലും സത്യബുദ്ധിയോടുകൂടി ഈ പ്രപഞ്ചത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഭഗവാനെ അങ്ങയുടെ ആ ഒരു മഹനീയമായ ദർശനം ആരുടെയൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ അവരിയ്ക്കുന്ന ഇടയൊക്കെ ശാന്തി ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഗുരു പറഞ്ഞില്ലേ നമ്മളോട്, സുജനാനാം ചാരത്തു വസിപ്പാൻ ഒരു ഭാഗ്യം തരണം, അല്ലേ? ശരിക്കും നമ്മളിപ്പോൾ ഭാഗ്യവാന്മാരെ ഇങ്ങനെ ഈ ഒരുമിച്ച് കൂടി സമാന ചിന്താഗതിക്കാര്, അല്ലെ, സമാനമായിട്ട് ഗുരുവിനെ പഠിക്കണമെന്ന് വിചാരിക്കുന്നവര്, ഗുരുവിനെ കേൾക്കുമ്പോൾ കണ്ണു നിറയുന്നവര്, ഗുരുവിന്റെ ദർശനം എവിടെ പറയുന്നു ഓടിച്ചെന്ന് അത് കേൾക്കാൻ വരുന്നവര്, അവരൊക്കെ ഗുരുവിലേക്ക് അടുത്തവരാ ഗുരു കൊണ്ടുനടക്കണത്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഗുരുവിനെ അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറയരുത്. ഗുരുവിനെ അറിഞ്ഞിട്ടുമുണ്ട്, ഗുരു നമ്മളെ അനുഗ്രഹിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കേൾക്കാൻ ശരീരത്തിനും മനസ്സിനും കുടുംബത്തിലും സാഹചര്യം ഒരുക്കി തരണത്. അല്ലാത്തവർക്കൊന്നും കേൾക്കാൻ പറ്റില്ല ഇത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഒത്തിരി ബ്ലെസ്ഡ് ആണ്, അനുഗ്രഹീതരാണ് എന്ന് വേണം നമ്മൾ അറിയാനായിട്ട്. അപ്പോൾ ഒന്നറിയേണ്ട ഒരു കാര്യം, ഈ പരമമായ സത്യത്തിന് ഈ പ്രപഞ്ചമായി മാറണമെങ്കിൽ ജഡത്തിലൂടെ മാത്രമേ ഇത് പ്രതിഭാസിതമാകാൻ പറ്റുള്ളൂ. അസത്തായ വസ്തുക്കളിലൂടെ മാത്രമേ സത്തിന് പ്രകാശിക്കാൻ പറ്റുള്ളൂ. സ്വന്തമായി ഉണ്മയില്ലേ? ഇപ്പൊ ഇലക്ട്രിസിറ്റി സ്വന്തമായി അതിന് ഉണ്മ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഇല്ല. അത് അസത്തായ ആ ജഡവസ്തുക്കളിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉണ്മ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പരമാത്മ സത്യത്തിന് ഈ ലോകത്ത് അസത്തായ ദൃശ്യവസ്തുക്കളിലൂടെ മാത്രമേ പ്രകടമാകാനും പ്രകാശിക്കാനും സാധ്യമാകൂ എന്നുള്ള ആദ്യം അറിയുക. അതാണ് ഗുരു എന്ന പരമാത്മ ചൈതന്യം ഒരു മനുഷ്യന്റെ ശരീരം സ്വീകരിച്ച, ഒരു ഗുരുവിന്റെ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് വന്നത്. ജഡശരീരം സ്വീകരിച്ചുകൊണ്ടാണ് ഗുരുക്കന്മാരൊക്കെ ഈ ലോകത്തേക്ക് വരുന്നത്, അല്ലേ? കാരണം അതിലൂടെ അവർക്ക് പ്രകാശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ സത്യത്തിന് ജഡത്തിലൂടെ മാത്രമേ പ്രകാശിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ജന്നി നവരത്ന മഞ്ജരിയിൽ ഇല്ലാതെ മായയുടെ ഉല്ലാസമൊന്നും അതൊന്ന് പഠിച്ചോളണം കേട്ടോ. അറിവല്ലാതെയില്ല അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമെതും എല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, ഈ സല്ലാപമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനി. ഈ സത്തിന്റെ ലാഭം തേടിയാ നമ്മളൊക്കെ ജീവിക്കണം. എനിക്ക് ഈ സത്തിനെ ഒന്ന് അറിയണം, അല്ലെ? അല്ലാതെ മായയിട്ട് കാണിക്കുന്ന ഉല്ലാസങ്ങളിലൊന്നും ഭ്രമിച്ച് മതിയെ കൊണ്ടേ മല്ലാടിക്കരുത്. സല്ലാപം മാത്രം മതി. ആ സത്തിനെ നമുക്ക് കിട്ടണം. അതിന് നമ്മൾ അസത്തിനെയും കൂടി അറിയണം. കാരണം അസത്തിലാണ് ഈ സത്ത് പ്രതിഭാസിതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു ഇത് അസത്തെന്നും സത്തെന്നുമാണ്, രണ്ട് രീതിയിലാണ് ഈ ബ്രഹ്മസത്ത പ്രപഞ്ചമായി മാറിയപ്പോൾ പ്രതിഭാസിതമായിരിക്കുന്നത്. അതിൽ അസത്തിനെ മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാതെ ആ അസത്തിനെ ചൈതന്യവത്താക്കുന്ന സത്തിനെ അറിഞ്ഞ് രക്ഷപ്പെടാനുള്ള വഴി അറിയണം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ അതുപോലെ ആത്മോപദേശ ശതകത്തിലെ 100-ാം ശ്ലോകം പഠിച്ചോളണം. അതിൻ്റെ കൂടെ ചേർത്ത് എഴുതി വെച്ച് പഠിക്കണം. അത് അതും ഇതുമല്ല. ആരാവുന്ന ചൊല്ലാത്? അതുമിതുമല്ല സദർത്ഥമല്ല അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസത് ഇതി പ്രതിപത്തിയറ്റു സത് ഓം ഇതി മൃദുവായി മൃദുവായമർന്നിടേണം. ആർക്കും ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുക? നിങ്ങൾ ഒത്തിരി ആത്മോപദേശ ശതകമൊക്കെ പഠിക്കുന്നവരല്ലേ?
100-ാം ശ്ലോകം വരെയൊക്കെ എത്തിയിട്ടുണ്ടോ? നമ്മുടെ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം, നമ്മുടെ ഈ സൂത്രത്തിന്റെ വ്യാഖ്യാനാണത്. തതീതം സത്തിനെയും അസത്തിനെയും പറഞ്ഞിട്ട് ഓ ഇതല്ല ഇവിടെയുള്ളത് സച്ചിദാമൃതമാണെന്ന് സത്യബോധം മനസ്സിലാക്കിക്കൊണ്ട് ധീരനായി, അതാണ് പ്രത്യേകം എടുത്ത് മനസ്സിലാക്കുന്നത്, ധീരനായി സത്തിനോടും അസത്തിനോടുമുള്ള പ്രതിപത്തി ഇല്ലാതെ ഓമിലമർന്ന് മൃദുവായി ആ പ്രണവത്തെ ഉപാസിക്കണമെന്ന് വാച്യാർത്ഥം പറയാം. നമുക്ക് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഗുരുവിന്റെ അനുഭവമാണ്. ഇവിടെ പറയാണ് അതും ഇതുമല്ല. നമ്മളിപ്പോ അതും ഇതുവാന്നൊക്കെ കരുതിയിരിക്കണം. ഞാൻ ഡോക്ടറാണ്, ഞാൻ പ്രഭാഷകയാണ്, ഞാൻ ടീച്ചറാണ്, അല്ലേ, ഞാൻ അമ്മയാണ്, ഞാൻ ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാൻ മന്ത്രിയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ അതും ഇതും ഒക്കെയാണെന്ന് കരുതിയ ജീവിക്കണം നമ്മള്. പക്ഷെ നമ്മൾ അതും ഇതുമല്ലോ ആണോ? ഗുരു പറയാണ് അതും ഇതുമല്ല, അസദർത്ഥമല്ലഹം. ഈ അസത്തെന്ന ഗുരു പറഞ്ഞിരിക്കുന്നത്, ഈ ജഡപദാർത്ഥങ്ങളെ ഗുരു അസത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ കാണുന്ന ജഡദൃശ്യങ്ങളൊന്നും ഞാനല്ല, അതും ഇതും അല്ല. ഞാൻ കാണുന്ന ജഡദൃശ്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ശരീരമാണ്, ഞാൻ ബുദ്ധിയാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ഇന്ദ്രിയങ്ങളാണ്, ഇതൊന്നും അല്ല ഞാൻ. പിന്നെ ഞാൻ ആരാ? എൻ്റെ സ്വരൂപം എന്താ? സച്ചിദാമൃതം, സച്ചിദാനന്ദ സ്വരൂപമായ അമൃത വസ്തുവാണ്. അതിന് ദുഃഖം എവിടെ? എന്തൊക്കെയാ ടീച്ചർ ഈ പറയണത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. രാത്രി ആയാൽ, അല്ലെങ്കിൽ നേരം വെളുത്താൽ, അല്ലെങ്കിൽ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ ഈ അമൃതം ഒന്നും കാണാൻ പറ്റണില്ല. ദുരിതവും ദുഃഖവും സങ്കടങ്ങളും മാത്രമേ കാണാനുള്ളൂ. നമ്മുടെ സങ്കടം പോരാഞ്ഞിട്ട് ഒരാളോട് ഫോൺ വിളിച്ച് അവരുടെ സങ്കടവും മേടിക്കും, അല്ലേ? ഇങ്ങനെ ഇത് മാത്രമേ എനിക്ക് കാണാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് കാണാനില്ല എന്നായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും പരാതി പറയാനുള്ളത്. പക്ഷെ നമ്മളെ തേടിയാലേ ഇത് കിട്ടുള്ളൂ. ദുഃഖം തേടിയാൽ ദുഃഖം കിട്ടും. അപ്പൊ നമ്മൾ ഈ ആനന്ദത്തെ തേടിയാലും നമുക്കിത് കിട്ടും, ഒരു സംശയവും ഇല്ല. അപ്പൊ പറയാണ് ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായ അമൃത വസ്തുവാണെന്നറിയണം. ഇതാദ്യം ഒന്ന് ഉറപ്പിക്കണം നമ്മള്, അല്ലേ? ഇത് ഞാനൊന്ന് ഉറപ്പിക്കണം. ഞാൻ സച്ചിദാനന്ദ സ്വരൂപമായ ശിവോഹം, അല്ലെ, ശിവോഹം, ആ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് ഞാൻ എന്ന് എനിക്ക് മനസ്സിലാകണം. കാരണം ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതാണ്, ഈ സത്ത് മാത്രം നശിക്കാത്ത ഒന്നാണ്, ശരീരം മാത്രമാണ് നശിക്കുന്നത് എന്ന് തെളിയണം. എന്നിട്ട് ധീരനാവണം. ഈ ലോകത്ത് അപൂർവം ധീരന്മാരേ ഉള്ളൂ. അത് കേരളം കണ്ട ധീരന്മാരിൽ അഗ്രഗണ്യനാണ്, പ്രഥമഗണനീയനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ധീരൻ. അവിടെ ഈ നശ്വരമായ പ്രാപഞ്ചിക വസ്തുക്കളിലൊക്കെ ഇടപെട്ട് ഒരു ഭൗതിക ജീവിതത്തിലേക്കൊക്കെ നയിച്ച് ഈ ജീവിതം അങ്ങ് തീർക്കാനൊന്നും ധീരന്മാര് കരുതില്ല. അവര് ഈ നശിച്ചു പോണ വസ്തുക്കളിൽ നാശമില്ലാത്തത് വല്ലതും ഉണ്ടോ എന്ന് തെരഞ്ഞു. ഈ ശരീരം നാശമുള്ളതാണ്, പ്രപഞ്ചത്തിൽ ഓരോന്നും നാശമുള്ളതാണ്, നാശമില്ലാത്ത വസ്തുവേത് എന്ന് തിരഞ്ഞു, ധീരനായി തിരഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ സത്ത് അസത്ത് ഇത് പ്രതിപത്തിയറ്റ്, ഉണ്ട് ഇല്ല, സത്ത് അസത്ത് എന്ന ഈ പ്രപഞ്ചത്തിലെ ഉണ്മയോടും ഇല്ലായ്മയോടും എല്ലാത്തിനോടും യാതൊരു പ്രതിപത്തിയുമില്ലാതെ സത്ത് ഓം ഇതി, അതായത് പ്രപഞ്ചത്തിന്റെ വിത്തായ ആ ഓങ്കാരമാണ് ഈ പ്രപഞ്ചമായി വന്നിരിക്കുന്നതും ശരീരമായി വന്നിരിക്കുന്നതും. പ്രപഞ്ചത്തിന്റെ ബേസിക് എനർജിയും ശരീരത്തിന്റെ ബേസിക് എനർജിയും ഓങ്കാരമാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുരീയ അനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഒറ്റ സൂത്രവാക്യമാണ് ഓങ്കാരം. ഈ ഓങ്കാരം ആണ് ഈ പ്രപഞ്ചത്തിന് വിത്തായിട്ടുള്ളത്. അപ്പൊ അതിനെ ഉപാസിക്കണം. സർവ്വതിനും വിത്തായിട്ടുള്ള ബ്രഹ്മവാചക ശബ്ദമായ സത്ത് ഓം, സത്തായ, എല്ലാത്തിനും വിത്തായ സത്തായ ബ്രഹ്മപ്രതീകമായ ഓങ്കാരത്തെ ഉപാസന ചെയ്തിട്ട് സത്തും അസത്തും എല്ലാം അതിനോടൊന്നും പ്രതിപത്തിയില്ലാതെ മൃദുവായി അമർന്നിടേണം. അങ്ങനെ ഒന്ന് അമരാൻ ഇനി എനിക്ക് ഈ ജന്മം സാധ്യമാകണേ ഭഗവാനെ. ഇനി ഒരു ജന്മമൊന്നും വെച്ചേക്കണ്ട. ഈ ജന്മം തന്നെ ഗുരുവിനെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവിന്റെ ദർശനം പഠിക്കുമ്പോൾ, അവിടുന്ന് കാട്ടിത്തന്ന വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ഈ ജന്മം തന്നെ ഞങ്ങൾക്ക് ആ പ്രകാശം ഒന്ന് അനുഭവിക്കാനും
ഒക്കെ ഒരു അവസരം ഒരുക്കണേ ഭഗവാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ ധീരനാകണം. സുമേരു പർവ്വതം പോലെ അല്ലെ, സ്ഥൈര്യം മേരോരിവ സ്ഥിതി എന്ന് പറയാം. മനസ്സിനെ അടക്കണം. അതിന് സുമേരു പർവ്വതം പോലെ ഉറച്ച മനസ്സുണ്ടാകണം. എന്നിട്ട് ഈ സത്യത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത് ആത്മോപദേശതകത്തിന്റെ 100-ാം ശ്ലോകം ടീച്ചർ എഴുതിയിടുന്നുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം പഠിച്ചോളണം. നമ്മൾ ഇതിനോട് ചേർത്ത് വിഭജ്യ അവയവം സർവം എന്നുള്ളത് പഠിക്കണം. ഓരോന്നായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രം അത്രേ, അത് പഠിച്ചോളണം. ആവരണശക്തിയും വിക്ഷേപശക്തിയും പഠിപ്പിച്ചു, അത് പഠിച്ചോളണം. അതൊക്കെ ബേസ് ആണ് വേദാന്തത്തിന്. ഇനി നമ്മൾ അടുത്ത സൂത്രങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പോകുന്നു. ഈ സത്തിനെയും അസത്തിനെയും കൂടുതലായിട്ട് ഗുരു വിശദീകരിച്ച് തരുന്നുണ്ട്. സുമതി അമ്മ ഇതൊന്ന് മ്യൂട്ട് ചെയ്തേ സുമതി. അപ്പോ ഇനി അടുത്തത് ടീച്ചർ അദ്വൈത ദീപികയിലെ ഉണ്ടില്ല എന്നു മുറമാറി അസത്തു സത്തു രണ്ടും പ്രതീതമിത് അനാദിതമസ്വഭാവം, അത് നമ്മൾ കൊടുത്തതാണോ ടീച്ചറെ? അത് കൊടുത്തതാണ്. അപ്പൊ അത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത്, അറിവ് പ്രകാശ സ്വരൂപമാണെങ്കിലും എന്താ, അതിന്റെ പ്രകാശ സ്വരൂപതയെ മറച്ചുകൊണ്ട് ഒരു കൂരിരുട്ട് അറിവിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അതിനെയാണ് അസത്ത് എന്ന് പറയുക. അറിവ് പ്രകാശ സ്വരൂപമാണെങ്കിലും അതിനെ മറച്ചുകൊണ്ട് ഒരു കൂരിരുട്ട് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ആ ഇരുട്ടുള്ളപ്പോൾ അതെ, ആ ഇരുട്ട് മായയല്ല, അത് നമ്മളുടെ കർമ്മവാസനകളാണ്. പ്രപഞ്ചത്തിൽ പറയുമ്പോൾ മായയാണ്, നമ്മളിൽ പറയുമ്പോൾ ആ സ്വരൂപത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് ജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മവാസന, അവ്യക്താവസ്ഥ, കാരണ ശരീരം, അതാണ്. അപ്പോൾ ഇരുട്ടുള്ളപ്പോൾ നമുക്ക് ഉള്ളതിനെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രകാശത്തെ അനുഭവിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഒരു ജന്മത്തിലേ അല്ലല്ലോ, ജന്മാന്തരങ്ങളായിട്ടുള്ള സത്യമറിയാതെ ജീവിച്ചു പോന്ന് കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷെ എന്തൊക്കെയോ പതുക്കെ ആ മറ മാറി നീക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാണതും ഇരിക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റായി പോയാൽ ഒരു 10 പേര് പോലും ഇതിൽ ഇരിക്കില്ല. എനിക്ക് അത്ഭുതം തോന്നുവാണ് ഇപ്പോഴും ഇത്രയും പേര് ഇത് കേട്ടിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ. നമ്മൾ പറയാറില്ലേ, ഗുരുവിന്റെ ദർശനം 100 വർഷം കഴിയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലേക്ക് എത്തുമെന്നും അത് പ്രകാശിക്കുന്നു എന്നും ഒക്കെ. നമ്മള് ഒരു പയറ് ചെടി കുഴിച്ചിട്ടാൽ അത് 3-4 ദിവസം കൊണ്ട് മുളച്ച് അത് ചെടിയും ഇതൊക്കെ ആയിട്ട് കായും തന്ന് നമ്മളത് പറിച്ചു കളയും. പക്ഷെ ഒരു ആപ്പിൾ ഗുരു നിത്യ പറയുന്നതാണ്, ഒരു ആപ്പിളിന്റെ കുരു കുഴിച്ചിട്ടാൽ അത് 10-40 ദിവസം എടുക്കും അത്രയും മുളയ്ക്കാൻ. അതിന്റെ വേര് ഈ അടിത്തറ മുഴുവനും നല്ല സ്ട്രോങ് ആക്കിയതിന് ശേഷമേ അത് കിളിർത്ത് മുകളിലേക്ക് വരുള്ളൂ. അതുപോലെ ഇനി ഈ ഗുരുവിന്റെ ദർശനം പുലരുന്ന നാളുകളാണ് വരുന്നത്. കാരണം അതിലൂടെയാണെന്ന് ഇനി ലോകത്തിന് ശാന്തിയും സമാധാനവും കരഗതമാകാൻ പോകുന്നത്. മനുഷ്യ മനസ്സുകളിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗുരുവിന്റെ കൃതികൾ എല്ലാവരും സ്വീകരിക്കുന്നു. അതിനകത്തുള്ള സത്യത്തെ, ആ അനുകമ്പയോടുകൂടിയ അവിടുത്തെ ആ അമൃത വചനങ്ങളെ സ്വീകരിക്കാൻ ഇന്ന് ജനകൂടികളുണ്ട്. ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെയുള്ള ആളുകളാണ് കൂടുതൽ ഗുരുവിന്റെ കൃതികളിലേക്ക് അടുത്തടുത്ത് വരുന്നത്. അപ്പോഴും എപ്പോഴും പറയാറുള്ള പോലെ നിലവിളക്കിൻ ചുവട്ടിലെ ഇരുട്ടുകളായി കേരളീയർ മാറുമ്പോൾ ഒരു ചതയം വന്നുകൊള്ളട്ടെ, മഹാസമാധി വന്നുകൊള്ളട്ടെ, ഓരോ മാസച്ചതയം വന്നുകൊള്ളട്ടെ, എത്രയേറെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടുകൂടിയും ഗുരുദേവനെ പഠിക്കാനും ഒക്കെ ആയിട്ട് ഇന്ന് കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിൽ തന്നെ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിങ്ങനെ ആ ഗുരുദർശനം ഇന്ന് ലോകം നെഞ്ചിലേറ്റുന്ന ഒരു കാഴ്ചയിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ എടുത്തു വെക്കേണ്ട ഒരു സൂത്രവും ടീച്ചറെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ, 4 മിനിറ്റേ ഉള്ളൂ. ആത്മോപദേശ ശതകത്തിലെ 90-ാമത്തെ ശ്ലോകം ഇതിനോട് ചേർത്ത് നിങ്ങളെല്ലാം റെഫർ ചെയ്യണം. അത് അനൃതം ഒരസ്ഥിതയെ മറയ്ക്കുകില്ലെന്ന് അനുഭവമുണ്ട് സദസ്തി എന്നിവണ്ണം അനുപദമസ്ഥിതയാലിതാവൃതം സദ്ഘനമതിനാലെ കളേബരാധികാര്യം ഒന്ന് ചൊല്ലാമോ തുളസി സാറേ? അത് 90-ാമത്തെ മന്ത്രം കയ്യിലുണ്ടോ? അനൃതം
അസ്ഥിതയെ മറയ്ക്കുകില്ലെന്ന് അനുഭവമുണ്ടു സദസ്തി എന്നിവണ്ണം. അനുപദം അസ്ഥിതയാലിതാവൃതം സദ്ഘന പതിനാലെ കലേബരാധികാര്യം. അതിന്റെ അർത്ഥം എന്താണ്? അനൃതം എന്ന് പറഞ്ഞ എന്താ? അസത്ത്. അസത്ത്, അനൃതം അസത്ത്. അനൃതം എന്ന് പറഞ്ഞാൽ ഋതത്തിന്റെ വിപരീതമാണ് അനൃതം. ഋതം സത്യം, അനൃതം അസത്യം. അസത്ത്, അസത്ത് അസ്ഥിതയെ, ആ സത്തിനെ മറക്കുകയില്ല. ഏതൊക്കെ നാമങ്ങള് രൂപങ്ങൾ കൊണ്ട് മൂടിയാലും ആ സത്യത്തെ മറക്കാൻ ആർക്കും സാധ്യമല്ല. കലവും ചട്ടിയും പാത്രവും ഒക്കെ എത്ര നാമരൂപങ്ങളിൽ വന്നാലും അതിലെ ആ മണ്ണിനെ മറയ്ക്കാൻ ഈ ഒരു നാമത്തിനും രൂപത്തിനും പറ്റില്ല. നാമരൂപങ്ങൾക്ക് അപ്പുറമായി ആ മണ്ണ് പ്രകാശിക്കുന്നത് പോലെ ഏതൊക്കെ നാമരൂപങ്ങളിൽ വന്നാലും ഈ അനൃതത്തിന്, ഈ അസ്ഥിതയെ മറക്കാൻ പറ്റില്ല, മറച്ചു കളയാൻ പറ്റില്ല. ആ ഒരേ ഒരു ബ്രഹ്മശക്തി തന്നെ പ്രപഞ്ചരൂപത്തിൽ സത്തും അസത്തുമായിട്ട് ഭാസിക്കുമ്പോൾ ഈ സത്തും അസത്തും കളഞ്ഞിട്ട് വേണം, സത് അസതിഥി പ്രതിപത്തി അറ്റു വേണം കേവല സത്തയിലേക്ക് നമ്മൾ പോകാൻ എന്നുള്ള ബോധം വേണം. ഗുരു രണ്ടാമത് പറഞ്ഞ സത്തും അസത്തും പ്രാപഞ്ചിക സത്തയിൽ വരുന്നതാണ്. പ്രപഞ്ചമായി മാറിയപ്പോൾ ആ പ്രപഞ്ചമാണ് സത്തും അസത്തുമായിട്ട് ഭാസിക്കുന്നത് എന്ന് ചിന്തിച്ചോളണം. അപ്പോഴും ഈ അനൃതത്തിന്, ഈ അസത്തിന്, അസ്ഥിതയെ, ഈ സത്തിനെ മറയ്ക്കാൻ പറ്റില്ല. ഒരിക്കലും സത്തിനെ മറക്കാൻ പറ്റില്ല. എന്നിട്ട് പറയാണ് സദസ്തി എന്നിവണ്ണം ഇത് അനുപദം അസ്ഥിതയാൽ ആവൃതം. സദസ്തി എന്ന് പറഞ്ഞ എന്താ? സത്തായിട്ടുള്ളത് എന്നും ഉണ്മയായിട്ട് തന്നെ ഉണ്ടാവും. ഏത് കൂരിരുട്ടിൽ എന്നെ കൊണ്ട് ഇരുത്തിയാലും ഉണ്ട്, ഞാനുണ്ട്. അവിടെ എൻ്റെ ശരീരമോ ഇന്ദ്രിയോ വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ ഞാനുണ്ട്. ഒരാൾക്കും മറച്ചു കളയാൻ പറ്റില്ല. അതാണ് സദസ്തി എന്നിവണ്ണം. സത് അസ്ഥി, സത്തായിട്ടുള്ളത് ഉണ്ട്, അതുണ്ട്. എന്നിവണ്ണം ഇത് അനുപദം, ഓരോ അടിയിലും ഓരോ സ്റ്റെപ്പിലും അത് എന്താ പറയുക, അസ്ഥിതയാൽ ആവൃതം, പൂർണ്ണതയാൽ ഉണ്മ കൊണ്ട് അകവും പുറവും നിറയ്ക്കപ്പെട്ടതാണ്. ഗുരുവിന്റെ ഒരു ഉറപ്പ് കണ്ടത്. അതായത് ഈ എന്താ പറയാ, സദസ്തി എന്നിവണ്ണം ഇത് അനുപദം അസ്ഥിതയാൽ ആവൃതം. ഒരു അനുഭവിയായ ആ പ്രകാശാത്മകതയെ അനുഭവിച്ചുകൊണ്ട് ആ അനുഭവത്തെ ഇങ്ങ് പറഞ്ഞു വെക്കുക. സത്തായിട്ടുള്ള, അതായത് എന്നും ഉണ്മ എന്നും ഉള്ളത് തന്നെയാണ് എന്ന് നമുക്ക് പ്രതീതിയാക്കുന്ന വണ്ണം ഓരോ സ്റ്റെപ്പിലും ഇത് അകവും പുറവും പൂർണ്ണതയായി വിരാജിക്കുന്നു. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം എന്ന് ഗുരു പറഞ്ഞു തന്നേക്കണം. അതാണ് അല്ലെ? അപ്പോ ഉണ്ട്, ആ ഉണ്മ എന്താ പറയാ, ഓരോ അടിയിലും പ്രതിപദ പൂർണ്ണ ശൃണു എന്ന് പറഞ്ഞില്ലേ, ഓരോ അടിയിലും അത് പൂർണ്ണമാണ്. ആ അസ്ഥിത എന്ന് പറയാണ്. അതിനെ ഒരു ഇരുട്ടിനും മറയ്ക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് പറയാണ് അനുപദ അസ്ഥിതയാലിതാവൃതം സദ്ഘനമതിനാല് കളേബരാതി കാര്യം. അതിനാൽ കളേബരാതി കാര്യം സദ്ഘനം, ശരീരം തുടങ്ങിയ ജഡദൃശ്യങ്ങൾ എന്താ പറയാ, ബ്രഹ്മം ഘനീഭവിച്ച ആ സത്ത് തന്നെയാണ്. ബ്രഹ്മം തന്നെ ഘനീഭവിച്ചാണ് എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ കളേബരാതി കാര്യം സദ്ഘനം മാത്രമാണ്. അതായത് ആരാലും മറക്കപ്പെടാത്ത ഉണ്മ മാത്രമാണ്, അസത്യത്താൽ മറക്കപ്പെടാത്ത ഉണ്മ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ ഒരാശയം. നിങ്ങൾ കൂടുതൽ അത് പഠിക്കുക. അവിടെ ഗുരു ദർശനമാലയിലെ ശ്ലോകമൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ചൈതന്യത്തിൽ നിന്ന് വന്നതാണ് ഈ പ്രപഞ്ചം, അതുണ്ടെന്ന് പറഞ്ഞാൽ സദ്ഘനാണ്, ഇല്ലെന്ന് പറഞ്ഞാൽ ബോധരൂപത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അത് ഇതിന്റെ ആശയം തന്നെയാണ്. ഏതായാലും പിന്നെ പരമാർത്ഥമായ സത്യത്തിന്റെ സ്വതസിദ്ധമായ സ്ഥിതിയാണ് ഉണ്മ. ആ ഉണ്മയ്ക്ക് പ്രകാശിക്കാൻ മറ്റൊന്നിന്റെ ഒരു പ്രകാശം വേണ്ട. അങ്ങനെ ഉണ്മ പരസഹായം കൂടാതെ സദാ സ്വരൂപത്തിൽ അനുഭവിക്കുന്ന സദ്വസ്തുവാണ് സത്ത്. സ്വയം ഉണ്മ അനുഭവിക്കാൻ പറ്റാത്ത വസ്തുവാണ് ജഡം. ഈ ജഡം പോലും എന്താ,
സത്തിന്റെ അനുഭവമാണ്. സത്തിന് മാത്രമേ ജഡം പോലും അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി ഈ സൂത്രം കഴിഞ്ഞു. കാരണം ഇത് തന്നെയാണ് ഗുരു അടുത്ത സൂത്രത്തിലേക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് ഇപ്പൊ മനസ്സിലാകാത്തവർക്ക് അടുത്ത സൂത്രത്തിലൂടെ നമുക്ക് ഇത് കൂടുതൽ പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് കുറച്ച് ദാർശനികമാണ്. ഗുരുവിന്റെ ദാർശനിക കൃതികളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. മനസ്സിലാകുന്ന കാര്യം മാത്രം മനസ്സിലാക്കുക, അല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത സൂത്രത്തിലൂടെ നമുക്കിത് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊള്ളുന്നു. സമർപ്പണം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. തത്സത് ശ്രീനാരായണ ഗുരുർപ്പണമസ്തു.